നമസ്കാരം, ഗുഡ് ഈവനിങ്. വൈകുന്നേരമാണ്. ഇപ്പോൾ മണി 7:05. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഒരു റൈഡിൻ്റെ അല്ലെങ്കിൽ ഒരു യാത്രയുടെ തുടക്കമാണ്. ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ബൈക്കേഴ്സിനും ഒരു ഡ്രീം റൈഡ് എന്ന് പറയുന്നത് ലേ ലഡാക്കാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ബൈക്കേഴ്സിൻ്റെയും ഒരു ഇഷ്ട റൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കിയിലൂടെ റൈഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. കാരണം ഒരുപാട് കാഴ്ചകൾ കാണാം, ക്ലൈമറ്റ്, അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ എന്താ പറയുക, കർവ്, പിന്നെ അതുപോലെ നേരെയുള്ള നിരപ്പായ റോഡുകൾ, അങ്ങനെ പല രീതിയിലുള്ള ടെറൈൻസ് നമുക്ക് വണ്ടി ഓടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ഒരു തേക്കടി റൈഡ് പോകുന്നത്. തേക്കടി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വച്ചിരുന്നതാണ്. പക്ഷേ ഭയങ്കര മഴയായി, അവിടെ റെഡ് അലർട്ട് കൊടുത്തു, റൈഡ് മാറ്റി ഈ ആഴ്ചയിലോട്ടാക്കി. അതായത് നാളെ വെള്ളിയാഴ്ച പോകുന്നു, ശനി സ്റ്റേ, ഞായറാഴ്ച തിരിച്ചു വരുന്നതാണ് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നേരെ ആരണ്യ നിവാസം എന്ന് പറയും, നമ്മുടെ KTDCയുടെ അവിടെ സ്റ്റേ. അതിൻ്റെ അടുത്ത ദിവസം ലേക്ക് പാലസ്, അവിടെ 2-ാം തീയതി അവിടെ സ്റ്റേ ചെയ്തിട്ട് 3-ാം തീയതി തിരിച്ചു വരാനാണ് പ്ലാൻ. ഇപ്പോൾ ഈ ലേക്ക് പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTDCയുടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ്. അത് പിന്നെ കേരളത്തിൽ തന്നെ KTDCയുടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റേ. അവിടെ KSEB കണക്ഷനൊന്നും ഇല്ല, കറണ്ട് കണക്ഷനൊന്നും ഇല്ല. അവിടെ കംപ്ലീറ്റ് ഈ ജനറേറ്ററിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പണ്ട് നമ്മുടെ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സമ്മർ പാലസായിട്ട് കെട്ടിയൊരു, നമ്മുടെ ശ്രീജിത്ത് നാൾ കെട്ടിയ ഒരു പാലസാണ്. അതിനെയാണ് പിന്നീട് KTDCയുടെ ലേക്ക് പാലസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ടൂറിസത്തിന് വേണ്ടി അവർ കൊടുത്തേക്കുന്നത്. നല്ല നമുക്കൊരു ഏതാണ്ട് ഒരു 10-30% ഡിസ്കൗണ്ടിൽ നമുക്കത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റൈഡായിട്ട് തന്നെ വെച്ചു. ബൈക്കിൻ്റെ എണ്ണം കുറവാണ്, മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ബൈക്ക് എടുക്കാൻ മടിക്കുന്നു. എന്നാലും നമ്മളൊരു 3-4 ബൈക്ക് പോയിട്ട് ബാക്കി എല്ലാവരും കാറിൽ ബാക്കപ്പ് കാറുണ്ട്. അങ്ങനെ വരാനാണ്. മൊത്തം 9 പേരുണ്ട്. അതിലൊരു ഫാമിലി ഉണ്ട്, നമ്മുടെ സുമേഷ്, ആറ്റിങ്ങിലുള്ള സുമേഷിൻ്റെ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 11-12 മണിയോടുകൂടി അവിടെ തേക്കടിയിലെത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അറിയാമല്ലോ, റൈഡാകുമ്പോൾ നമുക്ക് ഒന്നും അതാത് സമയം ഇത്ര മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയായിട്ട് പോകില്ല. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവരെ എൻജോയ് ചെയ്ത് സാവകാശമൊക്കെ പോവുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാറും പിന്നെ 3 ബൈക്കും, മൊത്തം 9 പേരുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ റൈഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. പിന്നെ എപ്പോഴും പറയും പോലെ ഒരു പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ 5 മണിക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്ത റൈഡ് എന്താ പറയുക, അടിച്ച് പൊളിച്ച് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5:30 5 മണിക്ക് പോകണമെന്ന് വെച്ചു, അരമണിക്കൂർ ലേറ്റായി. അപ്പോൾ അഭിലാഷ് രാവിലെ വന്നു, അമൽ വന്നു. അഭിലാഷ് വന്ന് ബാഗൊക്കെ കൊണ്ടുപോയി. അമൽ ഞാനായിട്ട് ഇനി ഇവിടുന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ലുലു മാൾ വഴിയാണ് പോകാനായിട്ട്. ഇനി അവിടെ പോകണില്ല, നേരെ നമ്മൾ ക്യാഷ് ബോക്സ് എടുത്ത് റൈഡേഴ്സിൻ്റെ ആഗോള തലത്തിലുള്ള യൂണിഫോമാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു സ്റ്റൈലിന് വേണ്ടിയല്ല, സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കഴിവതും എല്ലാവരും റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സേഫ്റ്റി ഗിയേഴ്സൊക്കെ ഉപയോഗിച്ച് റൈഡ് ചെയ്യുക. ചെറിയ വീഴൊക്കെ വീഴുന്നാലും ഒന്നും സംഭവിക്കില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരികെയാണ്, നേരെ പോകുന്നു കേശവസ്വരം. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത് അവിടെയാണ് എല്ലാവരും വരുന്നത്. അവിടെ നിന്ന് എല്ലാവരെയും കണ്ടും കൊണ്ട് നേരെ വെഞ്ഞാറമൂട് വഴി കൊട്ടാരക്കര, പിന്നെ പത്തനംതിട്ട, റാന്നി, എരുമേലി, മുണ്ടക്കയം, പിന്നെ പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമളി, ഇതാണ് റൂട്ട്. രാവിലെ നല്ല മഴയത്ത് റൈഡ് ചെയ്യുന്ന തുടക്കം തന്നെ നോക്കാം. മഴയായാലും വെയിലായാലും റൈഡേഴ്സിന് പ്രശ്നം എന്താണ് ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഏതാണ്ട് 1 മണിക്കൂർ റൈഡ് ചെയ്തു. കിളിമാനൂരെത്തി. കിളിമാനൂർ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഒരു അനിയൻ സൂര്യ എന്ന് പറയും. പുള്ളി ഇവിടുന്നാണ് ജോയിൻ ചെയ്തത്. പുള്ളിയുടെ വണ്ടി രാവിലെ ചെറിയ പ്രശ്നം, ടയറിന് ചെറിയ പ്രശ്നമായിട്ട് പുള്ളിയുടെ തന്നെ വേറൊരു വണ്ടിയുണ്ട് മോജോ, അതെടുത്തിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടോ മലയോര ഹൈവേ പിടിച്ച് തേക്കടി. ഓക്കെ, ഇനി എനിക്കൊരു ടാബ്ലറ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇറങ്ങി ഒരു ചായയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഫ്രഷ്. നമ്മുടെ ഉദയ് ആൻഡ് സുനു, ഇവർ രണ്ടുപേരും ബാക്കപ്പ് കാറിലാണ്, റൈഡേഴ്സാണ്. ഇവർ ഭയങ്കര മടിയന്മാരാണ്, ബൈക്കൊന്നും എടുക്കൂല. അതായത് ആസ്ഥാന മടിയനാണ്. അഭിലാഷ് രാവിലെ നിങ്ങൾ കണ്ടല്ലോ, വീട്ടിൽ വന്നു. ഇന്ന് കാർ ഓടിക്കുന്നത് നമ്മുടെ വിഷ്ണുവാണ്. നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സെയിം സ്പോട്ട് സ്ഥിരം വരുന്ന ഇവിടെയാണ്. മറ്റേ റാന്നി കഴിഞ്ഞിട്ട് എരുമേലി വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമുണ്ട്, ഒരു കട. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ട്. എന്ത് ദോശ? മസാലസേ. അമൽ ഒരു ഓരമാ വச்சுக்கோங்க. அங்கே ஓரமாக இங்கேயே வச்சுட்டு அங்கே உட்காரலாம், இல்லைன்னா அங்கே வைக்கலாம். அங்கே வச்சுட்டு இங்கே உட்காரலாம். ഇനി ഇവിടെ ഇനി അതും പോയി. അടുത്തത് പോയി 3 തല. നമ്മൾ 50% കവർ ചെയ്തു. നമ്മുടെ യാത്രയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ സുനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ സുനുവിനെ ഭയങ്കര മിസ് ചെയ്യുന്നു ഈ യാത്ര. സുനു, ഞാനും വേറെ നമ്മൾ ദീപു, നമ്മൾ ലാസ്റ്റ് റൈഡ് ചെയ്തു. ദീപു നിങ്ങളെ റൈഡായിരുന്നു? ഓക്കെ ഓക്കെ. 3 അടിപൊളി യാത്രയായിരുന്നു. ഗീറോസ് എണ്ണ കൂട്ടിയിട്ടാണ് പോയി ഇങ്ങനക്ക്. വീട്ടിൽ എത്ര ഉണ്ടാക്കി കഴിക്കണം. 2 സെറ്റ് പോയി, 3 സെറ്റ് പോയി. വട. അപ്പോൾ ദോശ, വട, പൂരി. അവിടെ പൂരി 2 പേർക്ക് പൂരി എണ്ണ കൂട്ടി. അപ്പം 3 പേർക്ക് എണ്ണ കൂട്ടി പൂരി, 4 പേർക്ക് നെയ്യ് കൂട്ടി ദോശ. ഇതാണ് കണക്ക്. അമല് വടയും കൂടെ ഓർഡർ ചെയ്ത്. ദോശയിൽ ചമ്മന്തി മുക്കിയത്. വട വട വട. ഈ സ്ഥിരമായിട്ട് കിഴങ്ങ് കഴിച്ചാൽ കിഴങ്ങനാവെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സ്ട്രെച്ച് ഓടുകയാണ്. ഏതാണ്ട് നമ്മൾ കവറായി, ഒരു 60% കവറായി. ഇനി ബാക്കിയുള്ള ഒരു 40%. അതാണ് ഇനി ഹൈ റേഞ്ചും വളവ്, തിരിവ്, കയറ്റം, ഇറക്കം എല്ലാം ഉണ്ട്. എന്തായാലും ഇത്രയും വന്ന ആ ഒരു സ്പീഡായിട്ട് ഇങ്ങ് എത്തൂല. അതിന് കുഴപ്പമില്ല. മാക്സിമം നമ്മൾ പതിയെ തന്നെ പോകുന്നത്. മഴയും കൂടെ ഉള്ളതുകൊണ്ട് വലിയ സ്പീഡ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു ഗായ്സ്. എന്താണ് നോക്കുന്നത്? എന്താണ് ശബ്ദം? എന്താണ്? ഇടിച്ചതാ? ഈ കാറില്ല. ഓക്കെ. വരണ വഴിക്ക് മഴ പെയ്തു. നമ്മളെല്ലാവരും നിർത്തി റെയിൻ ഷൂട്ടൊക്കെ ഇട്ടു കൊണ്ട് മഴ പോയി. എന്തിനോട്ട് നിരാശ ഇതിന് മഴ പെയ്യാനായിട്ട് കാത്തിട്ടുണ്ട്. അവനെ
മഴക്കോട്ടൊക്കെ ഇട്ടത് വേസ്റ്റ് ആയാ വരുമല്ലേ? പ്രാർത്ഥിക്കാം. വളരെ വിജയകരമായിട്ട് നമ്മൾ വീണ്ടും റെയിൻ കോട്ടൊക്കെ അഴിച്ച് വെച്ച് പഴയ വേഷത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ റെയിൻ കോട്ട് ഇടാനും മഴ അങ്ങ് മാറി. ഇനി മുതൽ മഴയുള്ള സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് റെയിൻ കോട്ട് ഇട്ട് മാറ്റിത്തരും. ഇപ്പോൾ റെയിൻ കോട്ട് ഊരി മഴ വന്ന് തുടങ്ങി. കണ്ടോ? ഒരു വലിയ തമാശ നടന്നു. ഞാനിവിടുത്തെ 2 കുപ്പി വെള്ളം എടുത്ത് പുള്ളിക്ക് കൊടുത്തു ഇവിടെ കടയിൽ കളയാൻ വേണ്ടി. പ്ലാസ്റ്റിക്കല്ലേ വെളിയിൽ റോഡിൽ കളയേണ്ടെന്ന് വിചാരിച്ചു. പുള്ളി അത് വാങ്ങിച്ചുകൊണ്ട് പോയി വീണ്ടും വെള്ളം നിറച്ച് കൊണ്ട് തിരിച്ചു വന്നു. പോയതുപോലെ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുണ്ട് സാധനം. ഇനി അടുത്ത കട തപ്പണം കളയാൻ. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിടത്ത് കാണുന്ന വ്യൂ ആണിത്. ഏത് മല കാണുന്നില്ലേ? നേരെ ബാഗുവശത്താണ് ശബരിമല. അതിൻ്റെ അപ്പുറത്തല്ലേ? അതിൻ്റെ അപ്പുറത്ത് വെച്ച ആ കുഴി. ഓക്കെ 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 ഓക്കെ. പരുന്ത് പറയാം ആ മഞ്ഞ് കൂടി കിടക്കുന്ന സ്ഥലം. ഒരു കോഫി, ഈ ഒരു വ്യൂ പൊളിയില്ലേ? സത്യം പറഞ്ഞാൽ ഇടുക്കിയിൽ റൈഡ് വരണമെങ്കിൽ ഈ സമയത്ത് വരണം. ചെറിയ മഴയൊക്കെ വേണം. ഇതിൽ രസമുള്ളൂ. നല്ല മധുരം ഇടാത്ത കോഫിയുടെ ആ ചുവയെല്ലാം ഉണ്ട്. നല്ല സൂപ്പർ. നല്ല ഉന്മേഷം വരും. അപ്പോൾ നമ്മൾ ദീർഘമായ യാത്രയ്ക്ക് ശേഷം തേക്കടി എത്തി. ആരണ്യ നിവാസ്. ആ വന്ന വഴികളൊക്കെ കണ്ടല്ല, അടിപൊളിയായിരുന്നു. നല്ല റൈഡായിരുന്നു. മഴയായിരുന്നു. പ്രശ്നം എന്ന് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ മഴയത്ത് തന്നെ റൈഡ് ചെയ്യണം, എങ്കിലേ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ചൂടായിരിക്കും. എന്തായാലും നല്ല അടിപൊളി റൈഡ് കഴിഞ്ഞ് വന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് നനഞ്ഞൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആരണ്യ നിവാസ്. ഈ ആരണ്യ നിവാസിലാണ് നമ്മുടെ ഇന്നത്തെ താമസം. KTDCയുടെ ആണ്. നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ലേക്ക് പാലസിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാതെ ഒരു മടിയായി. ഒരിടത്ത് പോകണമെന്നും വ്ളോഗേ ഇല്ല. പിന്നെ ഈ പറഞ്ഞ ടൈം പാസിന് വേണ്ടി ചെയ്യണതാണ്. വൃത്തിയുള്ള സെറ്റപ്പാണല്ലോ. KTDCയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാ റൂമും എടുത്തല്ലേ? ഇത് കുറച്ചുകൂടി വലുതാണ്. ആണോ? നിങ്ങളെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോ? ഓ, ഇവിടെ കുരങ്ങ് ശല്യം ഉള്ളതുകൊണ്ട് ഡോർ അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഇവർ പറഞ്ഞു. നമ്മുടെ വിശപ്പിൻ്റെ വിളി കേട്ടും കൊണ്ട് KTDCയിലെ കുക്ക് നല്ല ഇപ്പം ഈ ലഞ്ച് ടൈം ആയതുകൊണ്ട് കിച്ചൺ ബിസി ആയിരുന്നു. എന്നിട്ടും അവർ നമുക്ക് വേണ്ടി ചിക്കൻ 65 തന്നു. പിന്നെ അതാ സലാഡ്. പിന്നെ അതാ അമൽ ഫ്രം തമിഴ്നാടു, അഭിലാഷ് ഫ്രം നെയ്യാറ്റിങ്കര,
Vishnu from Pujapura. Sunu from Engunno. And Uday. അതും എങ്ങുന്നോ. ഇവിടെ ബൈക്കിൽ വരുന്നവർ ശ്രദ്ധിച്ചോണം. ബൈക്ക് മൂടാതെ കൊണ്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുരങ്ങ് ശല്യം ഭയങ്കരമാണ്. പലതും കാണാതെ പോകും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ മൂടേണ്ട സെറ്റപ്പ് എല്ലാം ആയിട്ടാണ് വന്നത്. നമ്മുടെ സൂര്യ നേരത്തെ വന്ന് ബൈക്ക് മൂടിയിട്ട് പോയി. സൂര്യയ്ക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പുള്ളി വർക്ക് ചെയ്യുകയാണ്. ഈ ബൈക്ക് മൂടിയിട്ട് നേരെ പോയി നമ്മൾ ഇനി ഫുഡ് കഴിക്കും. നമ്മുടെ ചോറും മീൻ കറിയൊക്കെ ഉണ്ട്. കഴിച്ചിട്ട് പൂളിൽ ചാടണം. പിന്നെ മൃഗങ്ങളെ കാണാൻ ഇറങ്ങി നടക്കണം. തുടങ്ങി ഒരുപാട് പരിപാടികളുണ്ട്. ആദ്യമായി നമുക്ക് ഇത് മൂടാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മളെ കീ. കാര്യം ഈ പെട്ടി തുറക്കണമെങ്കിൽ ഈ കീ വേണം. ഒന്നും കാര്യമില്ല. പ്രസ് ചെയ്തു തുറന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളുടെ ഒരു പ്രത്യേകതയും ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വണ്ടി മൂടേണ്ട കവർ കൊണ്ടുവരാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വച്ച് വണ്ടി ഇതുവരെ മൂടി ലോക്ക് ചെയ്ത് സമാധാനമായിട്ട് പോവാം. ഇത്രയും വേണം. ആ ഫ്രണ്ട് ആദ്യം ഇങ്ങനെ മൂടിയോ. ഇതാണ് പറഞ്ഞത്, ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് നമ്മൾ പെടുന്ന പാട്. ഇനി വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചാൽ കുരങ്ങേ ഇതൊക്കെ വന്ന് ഊരിയെടുക്കുമോ. ഇത് കുഴപ്പമില്ല, ഇത് ഓൾറെഡി കവേർഡാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കവേർഡാണെന്നുള്ളതാണ്. ഇതിൽ വല്ലതും ചെയ്യണ കുരങ്ങ് വിവരം അറിയും. കുരങ്ങിൻ്റെ എല്ലാവരും പറഞ്ഞില്ലേ കുരങ്ങ് ശല്യം. കുരങ്ങിനെ കണ്ടല്ല, ഇനി ആരും കുരങ്ങിനെ കണ്ടില്ലെന്ന് പറയണ്ട. ആശാ അവിടെ കുരങ്ങ്, അവിടെ കുരങ്ങ്. നമുക്ക് ഈ ഡിഷുകളൊക്കെ ഒന്ന് നോക്കാം. ആ ഓക്കെ. റൈസ് ഈ സൂപ്പ് നല്ല ടേസ്റ്റ്. മഷ്റൂമാണ്, കൊള്ളാം. ഓയിൽഡ് മഷ്റൂം. ഇത് കിളവൻ കൂടും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനൊന്നുമില്ല. മാക്സിമം ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. ഇതൊക്കെ തന്നെ ജീവിതത്തിൽ മിച്ചം. ഇപ്പം വേറെ ഒരു അഡിക്ഷനും ഇല്ല. അതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ അഡിക്ഷൻ. ഫുഡും ട്രാവലിങ്ങും പിന്നെ റൈഡ്. കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്ത് ഒന്നും വേണ്ട, വളരെ കുറവാണ് ഫുഡ്. വേണ്ട, വളരെ കുറച്ച് ഒരു പച്ചക്കറി ഷോപ്പിൽ നോക്കിയില്ല. അവിയൽ, തോരൻ, ഈ തോരൻ, ഇത് ഗോബി, ചില്ലി ഗോബി, ഫിഷ് മലബാറി, ചോറ്, ചപ്പാത്തി, പരിപ്പ് കറി, മൊത്തത്തിലൊരു പിടി. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്തതായിരുന്നു പായസം. പായസം ഇനി ഇതും കൂടെ കഴിച്ചിട്ട് വേണം ഐസ്ക്രീം കഴിക്കാൻ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് പലതരത്തിലുള്ള സീഡികൾ. ഫുഡ് കഴിച്ചതിന് ശേഷം സ്ലോ ആയിപ്പോയി, പുള്ളിയും കുറഞ്ഞു. നേരത്തെ നല്ല മൈലേജ് ആയിരുന്നു, ഇപ്പോൾ പുള്ളിയും കുറഞ്ഞു. അയ്യോ, ഇനി ഒരു ഉറക്കം. നല്ല ഈ ഉച്ചയാണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനി ഈ തണുപ്പത്ത് കിടന്നൊരു ഒറ്റ ഉറക്കം ഉറങ്ങി എണീക്കും. ബാക്കി കാഴ്ചകളൊക്കെ ഉറങ്ങി എണീറ്റിട്ട് അപ്പം നല്ലൊരു ഉറക്കം കഴിഞ്ഞു, എണീറ്റു. അപ്പോൾ നമ്മൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വൈകുന്നേരം ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്. ഇവിടുന്നാണ് തേക്കടിയിലെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇതാണ് ഇവിടെ ഏതോ ഒരു ബോട്ടാണ് മുമ്പ് അപകടത്തിൽപ്പെട്ടത്. ഇനി എന്തോ അവിടെ ഒതുക്കിയിട്ടേക്കുന്ന ആ സാധനമായിരിക്കും, കട്ടണക്കിട്ടേക്കുന്നത്.
ഇവിടെ ക്ലോസ് ചെയ്യാൻ ടൈമായെന്ന് തോന്നുന്നു. ആൾ വന്ന് മേളിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് പോവാണ്. ബോട്ടിങ് കഴിഞ്ഞാ? 3:30 കഴിഞ്ഞല്ലേ? ആ ലേക്ക് പാലസിൽ പോകണത് ഇവിടെ നിന്നാണോ ബോട്ട്? രാവിലെ എത്ര മണിക്കാണ് ബോട്ട് പോണേ? ആ സോപ്പ് സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അബി വെളുത്തിട്ടുണ്ട്. ആ അത് വെളുത്തതല്ല, അത് ഇനി കുറച്ച് കഴിയുമ്പോൾ ചൊറിഞ്ഞു തുടങ്ങും. അല്ല അങ്ങനെയൊക്കെ ചൊറിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചത്. പരീക്ഷണം. ഇതുണ്ടല്ലോ ബിയർ പാർലർ ഹോളിഡേ 1-ാം തീയതി. അതുപോലെ ഇവിടെ ഞാൻ വന്നാൽ എനിക്ക് ബിയർ തരില്ല. കാര്യം പേഴ്സൺസ് ബിലോ 18 ഒരിക്കലും തരില്ല. വാ മതിച്ചാളൂ. വീണ്ടും ഉച്ചത്തെ അതേ രീതിയാണ്. ക്വാണ്ടിറ്റി കുറച്ച് ചിക്കനും കുറച്ച് സലാഡ്, ഒരു പപ്പടം, ഒരു ചപ്പാത്തി, 2 ചെറിയ കഷ്ണം റൊട്ടി, അതായത് ഫിഷാണ്. ചപ്പാത്തി ഉച്ചയ്ക്കും ചപ്പാത്തി, രാത്രിയും ചപ്പാത്തി, മൊത്തത്തിൽ ചപ്പാത്തി. നല്ല ഫുഡായിരുന്നു കേട്ടോ. KTDCയുടെ എല്ലാ ഹോട്ടലിൻ്റെയും ഒരു പ്രത്യേകതയാണ് ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ എന്നിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നു. സമയം 9:30 കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങും. കുറച്ച് നേരത്തെ ഉറങ്ങിയുള്ളൂ. ഇന്ന് ഫുള്ള് ഈ വന്നിട്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം ഉറങ്ങി. പിന്നെ എന്താ ഇനിയിപ്പോൾ വീണ്ടും അടുത്ത ഉറക്കത്തിലേക്ക് വീണ് ഉറങ്ങാൻ പോകുന്നു.